അസ്സലാമലൈക്കും, ഗുഡ് മോർണിംഗ്. അങ്ങനെ എൻ്റെ കുട്ടി നീച്ച് വന്നിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഞാൻ ജിമ്മൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ഇന്ന് നമുക്ക് കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒരു പ്രധാന കാര്യവും പറയാണ്ട് അല്ലേ. ഒരെല്ലാവർക്കും ഒരു ഹായ് കൊടുത്താൽ ഹായ്, ഇനി ഒരു അവ കൊടുത്ത എല്ലാവർക്കും. എൻ്റെ കുട്ടീൻ്റെ അവയമ്മ തുടങ്ങുകയാണ് ഗൈസ്. പാവമാണ്. ഇപ്പം രാത്രി ഉറക്കമൊന്നുമില്ല. ഇപ്പം എൻ്റെ നടുവിൽ കിടക്കണം അവൾക്ക്. എന്നിട്ട് ഇന്നെ ചവിട്ടി പുറത്തില്ല. എന്തൊക്കെ ദുലുമ ഉണ്ടാക്കണമെന്ന് ഇവിടെ. അതായത് അലനും എൻ്റെ അടുത്ത് കിടക്കണം, അലേഹക്കും എൻ്റെ അടുത്ത് കിടക്കണം. അലേഹനെ തൊട്ടിയിൽ കിടത്തിയിട്ട് അലനെ സൈഡിലെ കിടത്തിട്ട്. കാരണം എന്താ വെച്ചാൽ അലൻ പിന്നിക്ക് ഇങ്ങനെ നീങ്ങി പോയിട്ട് വീഴല. അപ്പോൾ ഇവള് പിന്നെ തൊട്ടിയിൽ കിടന്ന് ഇവൾക്ക് ഒരു സമയമുണ്ട്. ഒരു 3-4 മണി ആയി കഴിഞ്ഞാൽ ഇവള് തന്നെ തൊട്ടിയിൽ നിന്നൊക്കെ നീച്ച് വന്നിട്ട് നമ്മുടെ മേത്ത് കൂടെ അങ്ങനെ ചാടുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുക അലേഹ എണീച്ച് കൊണ്ടുവന്ന്. ശല്യമൊന്നും ചെയ്യില്ല കേട്ടോ. എന്നിട്ട് ഇടയിലുണ്ട് വന്ന് കിടക്കും. ഇവൾക്ക് പുതപ്പ് പറ്റില്ല. എന്നിട്ട് എന്താക്കും, നമ്മളിത് പുതച്ച് കഴിഞ്ഞാൽ ഇവള് കാലോട്ട് ആ പുതപ്പിനെ എങ്ങനെ മാറ്റുക. ഇതൊക്കെയാണ് ഇവിടുത്തെ അന്തം അല്ലേ. ഇത് അങ്ങനെയൊക്കെ ചെയ്യുന്നില്ലേ. ഞാൻ എൻ്റെ ഉറക്കത്തിൽ എൻ്റെ വീഡിയോ എടുത്ത് നോക്കണത്. എന്തൊക്കെ ഇനി ഉറങ്ങാനും അയക്കണില്ല, ഒന്നിനും അയക്കണില്ല ഈ കുട്ടി അല്ലേ. എന്നിട്ട് ഇന്നിങ്ങോട്ട് ഉന്തിയിട്ട് നമ്മളെന്താക്കും, ഈ കട്ടിലിൻ്റെ തെല്ലത്തുണ്ടാവുക. എന്നിട്ട് ഞാനിത് വീഴുവോ എന്ന് പേടിച്ചിട്ട് നമ്മുടെ ഉറക്കത്തിൽ ശരിയാവില്ല അല്ലേ. ഓക്കെ, നമുക്ക് കിച്ചണിലോട്ട് പോവാം. അവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ അല്ലേ. കുഞ്ഞിത്താത്ത ഇതാ നിൽക്കണു, കുഞ്ഞനിയൻ ഇതാ നിൽക്കണു. ഇനി കുഞ്ഞനിയൻ്റെ പുതോത്തണ്ട് കയറി കിടക്കും കുഞ്ഞിത്താത്ത അല്ലേ. ഇനി വേറൊരാളും കൂടി ഉണ്ട് അടുക്കളയിൽ ഫുഡ് കഴിക്കുന്നുണ്ട്. അതാരാ? അലാനയുണ്ട്. അലാനെ കാണണ്ടേ കുട്ടികൾക്ക്. എന്നിട്ട് നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ ചാടണ്ടേ 2 പേർക്കും. അടുക്കളയിൽ ആരൊക്കെയാണ് മൊത്തത്തില് ഇവിടെ ഇനി ചോറൂണെന്ന് പറഞ്ഞ മാതിരി ഈ നേരത്ത് ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ടൈമാണ് ഗൈസ്. ആദ്യം ലെന, അത് കഴിഞ്ഞ് അലൻ, അത് കഴിഞ്ഞ് വീട്ടിൽ തിന്നാത്തൊരു കുട്ടിയുണ്ട് അലേഹ അല്ലേ. അലേഹ ഓക്കെ. അപ്പോൾ കൂള് കൊടുത്തോണ്ട്. അല്ല, ഈ ഒരുപാട് മാറിയിട്ട ചക്കരെ. ഇപ്പൊ TV കാണിച്ചു കൊടുക്കണില്ല. ഈ പെരയത്തെ ആളുകൾക്ക് എന്ത് പറ്റി? ഉമ്മ വരെ TV കാണിച്ചു കൊടുക്കണില്ല മക്കൾക്ക്. ഈ വീട്ടില് കുട്ടികളെ അതായത് ഈ നേരത്തെ ചക്കര അവിടെ കടത്തിയിട്ട് കൊടുക്കേണ്ടതാണ്. ഇപ്പൊ കണ്ടോ, നമ്മള് പഠിപ്പിക്കണതാണ് മക്കള് ശീലിക്കണത്. നിങ്ങൾ പുതിയ അഖിൽമാരാറ് പറയുന്നത് കേട്ടില്ല നിങ്ങള്? പെണ്ണുങ്ങളൊക്കെ പണ്ട് പ്രസവിച്ചിരുന്നത് നെല്ലൊക്കെ കുത്താൻ പോയിട്ടാണ്. ഉമ്മ അതില് പെട്ടാണല്ലേ അഖിൽമാരാറിന്റെ ഭാഗത്തങ്ങള്. ഏറെ കേറും മുണ്ടാതെ എടുത്തോളി. ആ പറഞ്ഞ പറയും ചെയ്തു. പ്രസവം പണ്ട് വളരെ സിമ്പിളായിരുന്നു. ഇന്ന് ഹോസ്പിറ്റലൊക്കെ വരിക കാരണം പ്രസവം എന്നുള്ളത് എന്തായി, വളരെ ഭയങ്കര കഠിനമായിട്ടുള്ള ഒന്നായി എന്ന് പറഞ്ഞ്. അപ്പൊ പണ്ട് പ്രസവിച്ച ഉമ്മാനോട് പള്ളയിലുണ്ടോന്ന് അറിയില്ല. മുന്നേ എന്തോന്ന് അറിയില്ലല്ലോ. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ പള്ളയിലുണ്ടോന്ന് അറിയില്ല പറഞ്ഞ ആസ്പത്രിയാണ്. അത് ഉണ്ടോ അല്ലേ നോക്കാന്. അപ്പൊ നിങ്ങൾക്ക് അറിയില്ല? ഞങ്ങൾക്കൊന്നും അറിയില്ല. പക്ഷെ വേറെ രസമുണ്ട്. ഇപ്പൊ അത് എന്തുകൊണ്ടുള്ളത്. ഇപ്പൊ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് ആദ്യം തന്നെ അറിയാൻ കഴിയും. അതിനാണ് സ്കാനിങ്ങും കാര്യങ്ങളും. ഉമ്മ പറയണേ നിങ്ങൾക്കൊക്കെ മാസം സ്കാനിങ് ആണ്. ഞങ്ങൾക്കൊക്കെ ആകെ 2 എണ്ണം ഉണ്ടാവില്ല, ചിലപ്പോൾ എടുക്കലും ഇല്ലാന്ന്. പക്ഷെ അന്ന് അംഗവൈകല്യമുള്ള കുട്ടികളും പിന്നെ കുറേ പ്രശ്നങ്ങളുള്ള കുട്ടികളും ആദ്യം തന്നെ എന്താണ് ഇവര് സ്കാനിങ് ഒക്കെ നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പ്രസവം ഭയങ്കര ഈസി ആയിരുന്നു പണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനെ തോന്നിന്നോ? അപ്പൊ ഇപ്പത്തെ പ്രസവം ഈസിയാണോ? എനിക്ക് പ്രസവിക്കാത്തോണ്ട് ഇത് ഈസി. ഞാൻ കണ്ടപ്പോ എനിക്ക് തോന്നിയത് ഭയങ്കര ഡേഞ്ചർ ആണെന്നാണ്. അപ്പൊ പ്രസവിച്ച നിങ്ങളോട് ചോദിക്കുക, പണ്ട് പ്രസവം എളുപ്പമായിരുന്നോ? പണ്ട് എളുപ്പമായിരുന്നു. അങ്ങനെയല്ല വെച്ചത്. അരക്കലും പിടിക്കലൊക്കെ ഓക്കെ. പ്രസവിക്കുന്ന ടൈമിൽ ഈസി ആയിരുന്നു. അന്നത്തെ പ്രസവം ഇന്നത്തെ പ്രസവം തന്നെ. വേദന മാറ്റൊന്നുമില്ലല്ലോ. വേദന മാറ്റില്ല, സാധനം മാറ്റില്ല. ഓക്കെ. അപ്പൊ ഗൈസ്, ഉമ്മ പറഞ്ഞത് കേട്ടില്ല. പ്രസവം അന്നത്തെ ഇന്നത്തെ ഒന്നാണ്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അന്ന് അരി ആട്ടിയിരുന്നു, ഇന്ന് അരി ആട്ടുന്നില്ല. പിന്നെ പോസ്റ്റ്നാർട്ടൽ കെയർ ഇന്നുണ്ട്, അന്നില്ല. അന്ന് വീട്ടിലെ ആളുകൾ വന്ന് ചെയ്തിരുന്നു എന്നാ പറഞ്ഞേ. അല്ലെങ്കിൽ വീട്ടിലെ ഉമ്മാര് ചെയ്തിരുന്നു. ഇന്ന് 17 സെന്ററുകൾ ഉണ്ട്. കാലം മാറുന്നതിനനുസരിച്ച് ഇങ്ങനെ മാറും. മനസ്സിലായില്ലേ? നമ്മൾ പ്രസവം എളുപ്പമാണെന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. അമ്മയേക്കാൾ വലിയ പോരാളി
ആരും ഇല്ലാന്ന് പറയാം. പക്ഷെ ഇവർക്ക് വേറൊരു ഇവരുടെ ഏറ്റവും വലിയ വേദന എന്താണെന്നറിയോ? അയൽവക്കത്തെ പേരേക്ക് ഒരു പാത്രം കൊടുത്താൽ അപ്പൊ ഇവർക്കില്ലാത്ത വേദന എന്തൊക്കെയാണെന്നറിയോ? അതെങ്ങനെയൊന്ന് തിരിച്ചു കിട്ടുക. ആ പാത്രം ഞാൻ കൊടുത്തതാണ്. അതിനൊക്കത്തെ പാത്രം നമ്മൾ ഇവിടെ എന്തെങ്കിലും വെച്ച് കൊടുത്തു കഴിഞ്ഞാല് ഭയങ്കര കൊടുത്തിട്ടില്ലേ? അപ്പൊ നിങ്ങളത് കൊടുക്കണ്ടേ? ഒരു സാധനം വാങ്ങിയാലും അത് തിരിച്ചു കൊടുക്കുക. ഇനിയിപ്പോ നമ്മളാണെങ്കിലും ആരാണെങ്കിലും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഞാൻ ഒരു ജോക്ക് പറഞ്ഞു കേട്ടോ ഗൈസ്, വേറെ ഒന്നുമില്ല. ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളുടെ വേദനയൊക്കെ എനിക്ക് തോന്നുന്നു അതാണ് തോന്നുന്നത്. അതിലൊക്കെ പാത്രം കൊടുത്തു കഴിഞ്ഞാല് എന്താണ് ഭയങ്കര ടെൻഷനോ. അന്നത്തെ ദിവസമൊക്കെ അവർക്ക് കൊടുക്കുകയും ചെയ്തു, കൊടുക്കാൻ അതേമാതിരി കേട്ടോ. ഓക്കെ, ഇത് പൊതുവേ ഉള്ളൊരു കാര്യം പറഞ്ഞതാണ്. അങ്ങനെ നമ്മളെ കിച്ചണിൽ ഇന്ന് ഇതൊക്കെയാണ്. ഇന്ന് ഞാൻ ചിക്കൻ കൊടുത്തിക്കണേ കേട്ടോ. അപ്പോൾ ഗൈസ് ഇന്ന് വെള്ളിയാഴ്ച സ്പെഷ്യൽ ചിക്കനാണ്. അപ്പോൾ ഈ കിച്ചണിൽ ആരൊക്കെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആർക്കുള്ള അലന ഐബൂന് എനിക്കുള്ള ഉണ്ടാക്കിയോ? ഇനി എനിക്കുള്ള ഉണ്ടാക്കാണ്ട് ചെമ്മീനുണ്ട്, ചിക്കനുണ്ട്, പിന്നെ മഷ്റൂം ഉണ്ട്. ഇന്ന് മഷ്റൂമൊക്കെ ഉണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് ബാങ്ക് പോകാണ്ട് പേപ്പർ എത്തിക്കണം. എനിക്ക് തുഞ്ഞിയുടെ മുതലാളിക്ക് ഒരു ഒപ്പിടാണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഗായ്സ് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്ന് ഒന്നും ഉണ്ടാക്കിയില്ല. നിങ്ങളുടെയൊക്കെ നാട്ടിൽ മാങ്ങ കിട്ടൽ തുടങ്ങിക്കണോ? ഇതൊക്കെ ഉമ്മ ഇത് വഴിയിൽ നിന്ന് പെറുക്കിയൊന്നാണ്. നമ്മുടെ താഴത്തപ്പരയിൽ ഈ മാങ്ങ അല്ല. പെറുക്കി വന്നിരിക്കണോ? നല്ല മാങ്ങയാണല്ലോ, നല്ല കൊക്ക് മാങ്ങ, നല്ല കളർ കടയിൽ നിന്ന് വാങ്ങണ പോലത്തെ മാങ്ങ. ഏതൊക്കെ മാങ്ങയെന്ന് എനിക്ക് എവിടത്തൊക്കെ തൊടിയിട്ടാന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും കേട്ടോ. ഇത് നമ്മുടെ അയലൊക്കത്തെ. പിന്നെ ഇത് നമ്മളെ മാങ്ങ, അത് നമ്മളെ മാങ്ങ. ഇതും അയലൊക്കത്തെ തൊടിയത്തെ. ഇത് രണ്ട് പൊന്നോട്ടൻ്റെ, ഇത് അലൂക്കായുടെ, ഇത് നമ്മളെ ഒക്കെ കൂടെ കണ്ടറിയാം. ഇത് കുറച്ച് കാലമായാലും പൊറിക്കാനും തുടങ്ങിയിട്ട് ഇപ്പൊക്കെ അറിയാലോ. ലാവണ്യപ്പൻ കണി കനവിൽ കണ്ടതുപോലൊരു മണവാളൻ ചേരുമ്പക്കാടുകൾ. അപ്പോൾ എനിക്ക് എന്താ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇടയ്ക്ക് ആരാന്നൊന്നും ഞാൻ പറയില്ല, പറഞ്ഞോലിക്ക് ഇത് എന്തായാലും മനസ്സിലാവും. പക്ഷെ എനിക്കത് തിരിയണോന് തിരിയും, അല്ലാത്ത നട്ടം തിരിയും എന്ന് പറഞ്ഞ മാതിരി ഞങ്ങൾ ഈ ഇടയ്ക്ക് ഒരു സ്ഥലത്തോട്ട് പോയപ്പോൾ ന്യൂഫിൽ മന്തിയും കോയും തിന്നില്ല എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ എല്ലായിടത്തും പറയുന്നത് ഞാൻ ഷവായ കഴിക്കലുണ്ട്, അൽഫാം കഴിക്കലുണ്ട്. പക്ഷെ കഴിക്കണേൽ മാറ്റം ഉണ്ടെന്നുള്ളൂ. മയോണൈസ് ഉണ്ടാവില്ല, കുബൂസ് ഉണ്ടാവില്ല, പിന്നെ അതിൽ മസാല ഉണ്ടാവില്ല. അങ്ങനെ നിങ്ങളൊന്ന് കഴിച്ചു നോക്കിട്ടോ. അങ്ങനെയാണ് ഞാൻ കഴിക്കുന്നത്. പിന്നെ അതിനൊന്നും എനിക്ക് വിലക്കുന്ന ജോക്കായിട്ടൊക്കെ തോന്നി, അതല്ല ഞാൻ പറഞ്ഞത്. നമ്മളൊരു പൊതു സ്ഥലത്ത് കൂടുമ്പോൾ ഒരുപാട് ആളുകൾ കൂടുന്ന ടൈമിൽ നമ്മളോട് വന്നൊരു ചോദ്യമുണ്ട്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ആൾക്കാർ കുറച്ച് പേര് പറയുന്ന വാക്കാണ് ഞങ്ങൾ കാരണമാണ് ഓല് നേരായി എന്ന് പറയും അല്ലേ. അങ്ങനെ ഒരു ടോക്ക് 2-3 സ്ഥലത്ത് നിന്ന് കിട്ടി. സത്യം നമ്മളിപ്പോൾ നിങ്ങളുടെ വീഡിയോസ് കാണുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ എന്താണ് യൂട്യൂബിലും കാര്യങ്ങളിലൊക്കെ മെച്ചപ്പെട്ടത്. ഓക്കെ, പക്ഷെ നമ്മളത് പൊതു വേദിയിലുണ്ട് പറയുമ്പോൾ എന്താ പറയുക, നമ്മളെ ഒന്നും എന്തോ ഒരു ഇതായിട്ട് പറയൂലേ, ഓലിപ്പോൾ നടത്താം ഒരു കളിയാക്കി പറയൂലേ. അത് ചിലപ്പോൾ നമ്മളത് പറയുമ്പോൾ പിന്നെ ഓലിപ്പോൾ നന്നായി കഴിഞ്ഞപ്പോൾ ഓലിപ്പോൾ വന്ന് പറയുന്നത് കണ്ടില്ലേ. നമ്മളെന്നല്ല, നമ്മുടെ സ്ഥാനത്ത് നിങ്ങൾ നിന്നാലും കുറേ ആളുകൾ കൂടുന്ന ടൈമിൽ, എത്രയോ ആളുകൾ കൂടുന്ന ടൈമിൽ വെറുതെ പോലെ മനസ്സുഖത്തിന് വേണ്ടി പറയുന്ന കാര്യവും. പക്ഷെ അത് നമുക്ക് നല്ലൊരു ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. കാരണം നിങ്ങൾ വന്നിട്ട് നമ്മൾ പേഴ്സണലായിട്ട് വന്ന് പറഞ്ഞോളി, അല്ലെങ്കിൽ അങ്ങനെയല്ല, ഞങ്ങൾ വീഡിയോസ് കാണലുണ്ട് അങ്ങനെയൊന്നല്ല. ഇത് ഞങ്ങൾ കാരണം നിങ്ങൾ നേരായി ഒറ്റയ്ക്ക് ഇപ്പോൾ ഞാൻ പറയാണ്, ഇപ്പോൾ അവരുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയോ വല്ല കടകളോ അല്ലെങ്കിൽ ഷോപ്പോ ഉണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് സാധനം വാങ്ങി കൊടുത്ത് നമ്മൾ പറയാണ് ഞങ്ങൾ കാരണമാണ് നിങ്ങൾ നേരായി നമ്മൾ ആരോടും പറയാം. കാരണം എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ ഒരു അതായത് നമ്മളെന്താ വെച്ചാൽ നമുക്ക് എല്ലാം ഇപ്പം നമ്മളെ വീഡിയോസ് അല്ലെങ്കിൽ വേറെ ആൾക്കാരുടെ വീഡിയോസ് അവർ കാണുന്നുണ്ട്. പക്ഷെ അവരോട് പോയി പറയില്ല ഞങ്ങൾ കാരണം നിങ്ങൾ നേരായി എന്ന് ഒരിക്കലും അവരോട് പറയില്ല. നമ്മളോട് പറയാനുള്ള കാരണം എന്താണെന്നറിയോ, നമ്മൾ ആ ഒരു രീതിയിൽ വളർന്നു വന്ന് എല്ലാം നേടിയോണ്ട് മാത്രമാണ് നമ്മളോടത് പറയുന്നത്. കാരണം നമ്മളോട് അവർക്കത് പറയാ എന്നുള്ള ഒരു ഇതാണ്. നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താ വെച്ചാൽ ആളുകളുടെ അടുത്ത് പറയുമ്പോൾ അതൊരു തന്നെയല്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ല. കാരണം ഓലിപ്പോൾ നമ്മളെ വീഡിയോസ് മാത്രമാണോ കാണുന്നത്, പൈസക്കാരുടെ വീഡിയോസ് കാണുന്നുണ്ടാവും. എന്നിട്ട് അവരോട് പോയിട്ട് ഞങ്ങൾ കാരണമാണ് നിങ്ങൾ നേരായി നിങ്ങൾ പറയൂലല്ലോ. അങ്ങനെ കുറച്ച് 2-3 താത്താർ കേട്ടോ. അപ്പോൾ ഇത് പറഞ്ഞ താത്താർക്ക് ഇത് നേരിട്ട് പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കേരളത്തിൽ
പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ചൂടുള്ളത് കേട്ടോ. അതിപ്പോൾ നേരെ അറിയുന്നുണ്ട്. നമ്മളെ പെരേന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നാൽ ആ കല്ലുമ്പോൾ നിന്നാൽ മനസ്സിലാവും ഇവിടുത്തെ ചൂട് എത്രത്തോളം ഉണ്ടെന്ന്. അമ്മാതിരി ചൂടാണ്, നിൽക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ജോലിയൊക്കെ എടുക്കുന്ന ആൾക്കാർ മാക്സിമം ഒരു 12 മണി വരെയൊക്കെ വെയിൽ കൊള്ളുക. കാരണം വെയിൽ അമ്മാതിരി വെയിലാണ്. കാരണം എന്താ പറയുക, നമുക്ക് താങ്ങണയിലും അപ്പുറത്തുള്ള വെയിലാണ്. ഇനി വെള്ളക്ഷാമവും കാര്യങ്ങളൊക്കെ വരാൻ നിൽക്കുകയാണ്. താഴത്തെ കിണറ്റിലെ വെള്ളം പറ്റുമോ? എന്നാലും ഇവിടുത്തെ വെള്ളം പറ്റും. അതുകൊണ്ട് ഒക്കെ നോക്കിയും കണ്ടും കാര്യങ്ങളൊക്കെ ചിലവാക്കുക, അത്രേ നമുക്ക് പറയാനുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടുത്ത ചൂടിൽ ഇതുവരെ അല്ലാത്ത അത്രയും ചൂടിലോട്ടാണ് പോകുന്നത്. നമുക്കൊന്നും വെറുതെ കുറച്ച് നേരം നിൽക്കാൻ പറ്റുന്നില്ല. അമ്മാതിരി ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി ചൂടാണ്. ഇപ്പോൾ ഊട്ടിയിലടക്കം പോയ ആൾക്കാർ പറയാം അവിടെ ഇതിലേറെ ചൂടാണെന്ന്. അപ്പോൾ നല്ല ചൂടാണ്. പരമാവധി എന്താക്കുക, AC ഒക്കെ ഇട്ട് കുറച്ചേരം ഇരുന്നോളി. കൊടൽക്കനാലോ എല്ലായിടത്തും ചൂടാണ്. ഇനിയിപ്പോ വല്ല കാശ്മീർ പോകേണ്ടി വരും. നമ്മളാ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷമാവില്ലെന്ന് അതാണ് ഓല ചിന്തിക്കല്. ഓല ഒരു നേരത്തെ പറച്ചിലെ സുഖാവും. ചിലപ്പോ നമ്മളെ കണ്ടതിന്റെ കാര്യത്തിൽ പറഞ്ഞതാവും. പക്ഷെ നമ്മളെന്താ വെച്ചാൽ ഒരാളെ പറയുമ്പോൾ ഓൽക്കത് ഇടങ്ങേറാവോ അല്ലെങ്കിൽ അത് പറയേണ്ട സ്ഥലത്താണോ പറഞ്ഞതെന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ പറയലുള്ളൂ. ചിലപ്പോൾ കണ്ട പൊലിവിൽ ചിലപ്പോൾ പറഞ്ഞതാണോ അതോ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. അവർ ഒരാളല്ല, ഒരുപാട് ആൾക്കാർ കൂടി നിൽക്കുന്ന ടൈമിലാണ് അത് പറഞ്ഞത്. എന്നിട്ട് അവരെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇരുന്ന് ചിരിക്കുന്നുണ്ട് അല്ലേ. ഒരു എന്താ പറയുക, നമ്മൾ എന്താ എല്ലാവരും എന്താണ് എന്താ പറയുക, ഒരു അതിന് എനിക്ക് പറയാൻ പറ്റില്ല. എല്ലാവരും ആണ്. ഇപ്പൊ എന്താണെന്നുണ്ടെങ്കിൽ ആർക്കും ഒറ്റയ്ക്ക് നേരാൻ പറ്റില്ല എന്ന് പറഞ്ഞേ. അതങ്ങനെ തന്നെ അല്ലേ, എല്ലാവർക്കും എല്ലാവരെയും ആശ്രയിക്കേണ്ടി വരും. നമ്മളിപ്പോ ഒരു യൂട്യൂബ് ചാനൽ ഇട്ട് വെച്ചാല് അത് യൂട്യൂബ് ചാനൽ ഇട്ട് ഒരാളെ നമ്മൾ ആശ്രയിക്കുന്നത് ഗ്യാസിന്, ആ രാജ്യത്തിനെ ആശ്രയിക്കണം. അതാണ്. എന്നിട്ട് പറ ഞങ്ങള് കാരണം നിങ്ങൾ നേരായിന്ന് ഒരു പറയൂലല്ലോ. ചൂട് കാരണം AC ഒന്നും വർക്ക് ചെയ്യണില്ല. നമ്മളെ റീനു എത്തിയിട്ടുണ്ട് സർവീസിക്കാൻ അല്ലേ. അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നോക്കി എലി കയറിയിട്ട്, AC-ൻ്റെ ഉള്ളിൽ എലി കയറിയിട്ട് ഫുള്ള് പൊട്ടിയാ. ഞാൻ എന്താ തണുക്കാത്ത നോക്കുമ്പോഴേ വെറുതെ കറണ്ട് ബില്ല് കൊടുക്കാന്നല്ലാതെ AC വർക്ക് ചെയ്യണില്ലല്ലേ. ഫിൽറ്ററൊക്കെ എലി കടിച്ച് നാസാക്കി. നോക്കിക്കാൻ ഇതൊക്കെ ചളിയാ. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇതായി വരണം. ഇതാണ് ഇപ്പോൾ AC-യുടെ നിലവിലെ അവസ്ഥ. ഇതിന് കഴുകി കഴിഞ്ഞിട്ടുള്ളത് കാണിച്ചു തരാം കേട്ടോ. മൊത്തം ചളി. സ്റ്റൈലുണ്ടോ നോക്കട്ടെ. സ്റ്റൈലുണ്ടോ? പാദസരം വാങ്ങി, ഇതെന്താ ബ്രേസ്ലെറ്റ് വാങ്ങി, മാല വാങ്ങി, കണ്ണാടി വാങ്ങി, ചെരുപ്പ് വാങ്ങി അല്ലേ. സ്വർണ്ണ ഊരി വെച്ച് മുക്കുകൊണ്ടിട്ട് ഓക്കെ. ഇതിന് ഇടക്കിടക്ക് ഇങ്ങനെ കളർ മുക്കി കൊടുത്താൽ മാത്രം മതി അല്ലേ. ഇവിടെ വേഗം പൊട്ടിക്കാണ് കഴിച്ചത്, അതുകൊണ്ടാണ് കഴിച്ച. അങ്ങനെ അലയൊക്കെ ചെരുപ്പൊക്കെ വാങ്ങി വീട്ടിലെത്തി എന്തായാലും. അപ്പം ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.